ഈ തള്ളയ്ക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് ആരും ചോദിച്ചേക്കണ്ട. ഞങ്ങൾ 90 കിഡ്സിനും ഇതുപോലെ വട്ടമൊക്കെ കറങ്ങണ്ടേ, കറങ്ങുമ്പോൾ ഇതുപോലെയൊക്കെ വീഴും, അതൊക്കെ സ്വാഭാവികം. പക്ഷെ ആ വീഴ്ചയിലൊന്നും പതറാണ്ട് ഇടറാണ്ട് പറ്റുന്ന മാതിരി ട്രെൻഡിനോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എത്ര കാലമാണ് ആ ഉള്ള കാലം നമുക്കൊക്കെ നമ്മുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിച്ചൂടെ തന്നെ. സോഷ്യൽ മീഡിയയിൽ വന്നതോട് കൂടിയിട്ട് തള്ളേ തള്ളേ എന്നുള്ള വിളി എനിക്കൊരു ചെല്ല പേരായിട്ടുണ്ട്. നമ്മുടെ കുട്ടി കൂടെ ഉള്ളപ്പോൾ അമ്മ എന്തിനാ എല്ലാവരെയും വീഡിയോക്ക് വെൽക്കം ചെയ്യണേ, അതൊക്കെ അമ്മ കുട്ടീനെ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് ഓനെ ഞാൻ പഠിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കൂട്ടാനിക്ക് തേങ്ങ ചിരകിയും കൊണ്ടിരിക്കുകയാണ് അരയ്ക്കാനായിട്ടുള്ളത്. നമ്മൾ വെള്ളരിക്കയും പരിപ്പും തക്കാളി ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാണ് കുറേ സായി വെള്ളരിക്കോ കൂട്ടാൻ വെച്ചിട്ട്. അപ്പോൾ കൂട്ടാനൊക്കെ വെന്തു, കടുവ അങ്ങോട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പണി ഒരുങ്ങി. പിന്നെ രണ്ടാമത് എന്താക്കുക എന്ന് ഓർക്കണം. ഫ്രിഡ്ജിൽ എന്തൊക്കെയോ കുറേശ്ശെ ഉണ്ട് കേട്ടോ ഉപ്പേരിക്കാൻ, പക്ഷെ ഉണ്ണിയൊക്കെ ഇഷ്ടമുള്ള ഒന്നുമല്ല. അപ്പോൾ പിന്നെ എന്താട്ടാന്ന് വിചാരിച്ചപ്പോഴാണ് നല്ലോണം കോഴയ്ക്ക കഴിയുമ്പോൾ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ആദിത്യനെ വിളിച്ചിട്ട് കുറച്ച് കോഴയ്ക്ക അർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ തോട്ടിയുടെ അറ്റത്ത് കത്തിയൊക്കെ വെച്ചിട്ടാണ് കോഴയ്ക്ക ഇറക്കും. നല്ല റിസ്ക്കാണ്, കത്തി കഴിയുമ്പോൾ വെച്ച് കെട്ടിയിട്ടില്ല. അപ്പോൾ വലിക്കുന്ന സമയത്ത് കത്തി നിലത്തേക്ക് വീണാൽ പ്രശ്നമാവുമല്ലോ. എങ്ങനെയൊക്കെയോ അതാ ഇത്രയും ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. സംഭവം ഉണ്ട്, പക്ഷെ ഒക്കെ ഈ മൂച്ചിയുടെയും അതുപോലെ ആ ഇരുമ്പാമ്പുള്ളിയുടെയും മണ്ടയ്ക്കാവുകൊണ്ട് വലിക്കുമ്പോൾ വള്ളി പൊട്ടുകയാണേ. ഞാൻ നട്ടാ വെയിലുമല്ലേ, അവിടെ നിൽക്കാനും പറ്റുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഉച്ചാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കൂട്ടാനുള്ള നല്ല ഫ്രഷ് കോഴയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടെ എൻ്റെ അത്യാവശ്യം കോഴയ്ക്ക വള്ളി പൊട്ടിച്ചിട്ടുമുണ്ട് രണ്ടും കൂടെ. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ, നേരം പോലെ ഒരു വളമോ മണ്ണോ ഒന്നും ആ കോഴയ്ക്ക വള്ളിക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. വെള്ളം മാത്രമേ കൊടുക്കണുള്ളൂ 2 നേരം വെച്ചിട്ട്. എന്നിട്ട് ഇതുമേ ഇത്രയും മാത്രം കോഴയ്ക്ക ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇതിന് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിത് വിൽക്കാൻ മാത്രമുള്ളത് കിട്ടിയേനെ. വിൽക്കൊന്നും വേണ്ടിയിരുന്നില്ല, 4 പേരുള്ളവർക്കൊക്കെ കൊടുക്കായിരുന്നു. എന്തായാലും എൻ്റെ വീട്ടിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ കലക്കി ഒഴിക്കണം. ഏട്ടൻ കൂടുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാനൊരു കള്ളമടി, അത്ര ഉള്ളത് നോക്കിയൊക്കെ. അതുകൊണ്ടായിരിക്കും ഇത് അധികം വലിപ്പമില്ലാത്തത്. വളവും മണ്ണൊന്നും അധികം ഇട്ട് കൊടുക്കണില്ലല്ലോ. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഇരട്ടിക്ക് വലിപ്പം വന്നിട്ടുണ്ടാവും. ഞങ്ങൾ കോവയ്ക്ക ചില സമയത്ത് വറക്കും കേട്ടോ. അതുപോലെ ഈ കോവയ്ക്ക നമുക്ക് മീൻകറി മാറി വയ്ക്കാം, നല്ല സ്വാദം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ എന്തായാലും ഉപ്പേരിയൊക്കെയാണ്, ഉപ്പേരി ആക്കിയാലാണ് അച്ചൂസൊക്കെ നല്ലോണം കഴിക്കുള്ളൂ. കൂട്ടാൻ വെക്കുമ്പോൾ വലിയൊരു പിടുത്തല്ല. ഉപ്പേരി നല്ലോണം കഴിക്കാൻ പഠിച്ചിട്ടുണ്ട്. ആകെ കഴിക്കണ 1-2 ഉപ്പേരിയിൽ പെട്ടതാണ് ഈ കോവയ്ക്കൊക്കെ. നമ്മൾ വെറുതെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് പച്ചമുളക് കീറിയിട്ട് അതിലോട്ട് ഇതാ അങ്ങനെ വലുതാക്കി കോവയ്ക്ക ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കും. അത് കഴിഞ്ഞ് തുറന്ന് വെച്ചിട്ടാണ് ബാക്കി വേവിക്കൽ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും നല്ല സ്വാദാണ് ആ കോവയ്ക്കുപ്പേരി കേട്ടോ. കഴിക്കൽ കഴിഞ്ഞിട്ട് നട്ടുച്ചയ്ക്ക് നമ്മളൊരു ഫോട്ടോഷൂട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിടിച്ചിരിക്കണമെങ്കിൽ ഇതുപോലെ ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും ഒക്കെ വേണം. നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ എന്നാലാണ് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. നമുക്കിങ്ങനെ കൊളാബുകളൊക്കെ കിട്ടണമല്ലോ അല്ലേ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ കുറേ പേര്, എങ്ങനെ ഈ കൊളാബ് വന്ന് തുടങ്ങിയത്, എങ്ങനെ അത് കിട്ടി തുടങ്ങിയത്, അതിന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണോ വേണ്ടേ, അങ്ങനെയൊന്നുമല്ല. ഇതുപോലെ നമ്മൾ തന്നെ നമ്മളുടെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുക. അപ്പോൾ അത് കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇവരിങ്ങനെ ഒരു ഡ്രസ്സ് അയച്ചു കൊടുത്താൽ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അവർ നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തരും, പേയ്മെൻറ്റും തരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് അവരെ അങ്ങ് കൊളാബ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതിയേ. ഞാൻ എഴുത്തിയമ്മയും കൂടെ ഒന്ന് ടൗണിലേക്ക് വന്നതാണ്. എഴുത്തിയമ്മയ്ക്ക് ഒരു സാരി എടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാരിയല്ല എടുത്തു, അവിടുന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ യാദൃശ്ചികമായി നമ്മളൊരു ബാഗ് കട കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറിയതാണ്. ഈ ജൂട്ടിൻ്റെ ബാഗുകളില്ലേ, അത് നിറയെ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അതിനൊരു ബാഗ് എന്തായാലും മേടിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. പക്ഷേ ഇതിൻ്റെ വേറെ കളറുകളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഈ മോഡൽ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. നല്ല ഒരു പ്രത്യേക ഷേപ്പുള്ളൊരു ബാഗ് കേട്ടോ. എല്ലാ ബാഗും ഒന്നിനൊന്ന് മെച്ചം ചന്തമാണ്. ഇത് നോക്കിയ ഒരു തുണി പോലത്തെ ബാഗ് കേട്ടോ. വളരെ ചെറിയ വിലയുള്ളൂ, നമുക്ക് കഴുകി മടക്കി എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പരുവം. നല്ല സെലക്ഷൻ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെറുപ്പശ്ശേരി ഇതുപോലൊരു ഷോപ്പുണ്ട്. ഷോപ്പിൻ്റെ പേരും അതുപോലെ ഇവിടുത്തെ ഫോൺ നമ്പറും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. മാത്രമല്ല ഇവിടെ ഉണ്ടല്ലോ റെഡിമെയ്ഡ് ബ്ലൗസുകൾ നിറയെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാം. എനിക്ക് നല്ല ഇഷ്ടമായി ബ്ലൗസുകൾ. എന്ന് വെച്ചാൽ ഫ്ലെക്സിബിളാണ്, തടിയുള്ളവർക്കും തടിയില്ലാത്തവർക്കും ഒക്കെ ഇടാം. ഇതൊക്കെ എക്സലിൻ്റെയാണ്, പക്ഷേ ഇത് XXLനും ഇടാൻ പറ്റും. അത്രയും ഇങ്ങനെ വലിയുന്നുണ്ട് ഈ ഒരു ക്ലോത്ത് വന്നിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ നല്ല വർക്കൊക്കെയുള്ള ബ്ലൗസ് ആയ കാരണം കൊണ്ട് പ്ലെയിൻ സാരിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇട്ടാൽ നല്ല ചന്തം ഉണ്ടാവും. ഇതിലൊരു കറുപ്പ് ബ്ലൗസ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മേടിച്ചാലോ എന്ന് ഓർത്തു. പിന്നെ ബഡ്ജറ്റ്
ലൈറ്റ് പ്രശ്നക്കാരനെ കൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ലേ. ഇതൊക്കെ ഇതിലേക്കൊക്കെ നല്ല വൈറ്റ് കളർ സാരി എടുത്താൽ നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു ക്ലോത്താണ് കേട്ടോ ഇത്. കഴുത്തൊക്കെ ഇങ്ങനെ കറക്റ്റ് ഒരു റൗണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വർക്കുകൾ കുറവുള്ള പ്ലെയിൻ ബ്ലൗസുകൾ അങ്ങനെയുണ്ട്. ഇതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ബ്ലൗസ് കേട്ടോ. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, 300 സംതിങ് എങ്ങാനോ ആണ് പറഞ്ഞ്, ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ലേ. ബ്ലൗസ് ഇതൊന്നും എടുക്കണമെന്ന് ഒരു പൂതിയൊക്കെ വന്നു, പിന്നെ ഇപ്പം അത് വേണ്ടാന്ന് അപ്പം തന്നെ തീരുമാനിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എവിടെയും പോകണമെന്നില്ലല്ലോ. പണ്ട് ജോലിക്കൊക്കെ പോണ സമയത്ത് നല്ലോണം വാരി കൂട്ടിയിരുന്നു. പിന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ നമുക്ക് കുറേയൊക്കെ കൊളയവായിട്ട് കിട്ടണമുണ്ടല്ലോ. ബാഗ് പിന്നെ അത്യാവശ്യമാണ്, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് മേടിക്കണില്ലെങ്കിൽ ഞാൻ സ്ത്രീ അല്ലാതെ ആയി പോകും അല്ലേ. അതുകൊണ്ട് നമ്മൾ 250 രൂപയുടെ ഒരു കുഞ്ഞി ജൂട്ട് ബാഗ് മേടിച്ചിട്ടുണ്ട്. നല്ല മിഡിയോ അല്ലെങ്കിൽ ലെഹങ്ക പോലെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് ഇത് ടോപ്പായിട്ട് ഇടാൻ പറ്റും, നല്ല രസം ഉണ്ടാവും. ഈ ഒരു പച്ച ടോപ്പ് കാണാനും ഇതുപോലെ നല്ല ഭംഗിയായിരുന്നേ. ഞാനേ ഇങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ 250 രൂപയുടെ ജൂട്ട് ബാഗാണ് എടുത്തതെന്ന്. ആ ഒരു യെല്ലോ ബട്ടർഫ്ലൈ ഒക്കെ പോലെയുള്ള ഈ ഒരു ബാഗിനും ആകെ 250 രൂപയുള്ളൂ. അതിനേക്കാളും ഒത്തിരി വലിപ്പമുണ്ട്. പിന്നെ ഇതുപോലെ മടക്കിയൊക്കെ എടുത്ത് വയ്ക്കുക, എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ടർക്കിയും വെള്ളവും ഫുഡും ഒക്കെ കരുതാൻ പറ്റുന്ന ഒരു ബാഗ് കേട്ടോ. അതാണ് എടുത്തത്. അപ്പോൾ ഇതാണ് കടയുടെ പേരും അവിടുത്തെ ഫോൺ നമ്പറൊക്കെ, വേണ്ടവർ ജസ്റ്റ് അവരിൽ നിന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ റേഷൻ കടയിലൊക്കെ കയറി അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഉച്ചരിങ്ങത്തെ കാര്യങ്ങളൊന്നും വീഡിയോ ആക്കി എടുക്കാൻ നേരം കിട്ടിയില്ല. അങ്ങനെ എന്തൊക്കെയോ തിരക്കപ്പെട്ടയാണേ. തോനെ പോയില്ലേ മീൻ്റെ കവറിലും കൂടിയും പഞ്ചസാര ഉണ്ടോ? പിന്നെ പൊട്ടിച്ചിട്ടില്ലേ ഞാൻ വിചാരിച്ചാൽ കിടക്കണമെന്നില്ല. എല്ലാവരും അവനവന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാൽ മതിയല്ലോ, നോക്കാതെ ഓരോന്നും ചെയ്തിട്ട് ചീത്ത പറഞ്ഞാല് ആൾക്ക് എനിക്ക് അത്രയും പഞ്ചസാര പോയുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട് പഞ്ചസാര പോകുമ്പോ. എനിക്ക് തന്നെ തച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോഴോ എന്നാ പിന്നെ അമ്മ എന്നെ തല്ലിയിട്ട് ഞാൻ അടങ്ങുള്ളെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യും പിടിച്ച് ഓൻ്റെ മോതയ്ക്കും കയ്യിലും ഒക്കെ തല്ലിപ്പിക്കുകയാണ് കേട്ടോ. എപ്പം നോക്കിയാലും ഓരോരോ കുരുത്തക്കേട് കാണിച്ചും കൊണ്ടും എൻ്റെ അടുത്ത് ചീത്തയും തല്ലും കിട്ടിയും കൊണ്ടാണ്. ഇപ്പോൾ തല്ലും ചീത്തയെന്ന് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഏശാതെയും കൂസാതെയും ആയിട്ടുണ്ട്. എപ്പോഴും എൻ്റെ അമ്മ പറയും ഇങ്ങനെ കുട്ടികളേനെ വിലയില്ലാണ്ട് തല്ലരുത്, ആവശ്യത്തിന് മാത്രം തല്ലേന്ന്. കൊട്ടി 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 കുട്ടികൾക്ക് ഇപ്പോൾ അതൊരു ശീലമായി. ഇന്നിപ്പോൾ ടൗണിലൊക്കെ പോയല്ലേ, അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എണ്ണ പലഹാരം കൊണ്ടുവന്നെയാണ്. അപ്പോൾ ഓരുടെയൊക്കെ അവർ കഴിച്ചിട്ടുണ്ടോ, എന്നിട്ട് എൻ്റെ ഒന്നെ നിർബന്ധിച്ച് തീറ്റിപ്പിക്കുക. ഓനറിയാം ഞാനൊരു കടി കടിച്ചാൽ ബാക്കി ഓന് കൊടുക്കുന്നുള്ളേ. ഇതെന്താ അറിയോ, ഞാൻ പണ്ടല്ലോ വെള്ളമൊക്കെ ഇങ്ങനെ കലക്കുമ്പോൾ എന്ന് വെച്ചാൽ നാരങ്ങ വെള്ളമൊക്കെ കലക്കുമ്പോൾ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് നുറുക്കിയത് കുറച്ച് തോന വെള്ളത്തിൽ ഇട്ട് വയ്ക്കും ഫ്രിഡ്ജിൽ. എന്നിട്ട് ആ തണുത്ത വെള്ളത്തിലാണ് നാരങ്ങ വെള്ളം ആക്കൽ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു നിറമാവും, പിന്നെ ആ നാരങ്ങ വെള്ളത്തിൽ നല്ല രുചി ഉണ്ടാവും. ഇഞ്ചിക്കഷ്ണോ ഏലക്കയും ബീട്രൂട്ടും കൂടെ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യൽ. അങ്ങനെ നാരങ്ങ വെള്ളം കലക്കലും ഉണ്ട് കുടിക്കലും ഉണ്ട്. അപ്പോൾ നല്ലതാവലുണ്ട്. ഇന്ന് ഞാൻ വ്ളോഗൊക്കെ എടുക്കല്ലേ, കുറച്ച് ആലഭാരം കൂട്ടിയിട്ട് വ്ളോഗിന് വേണ്ടിയിട്ട് കുറച്ച് കാട്ടിക്കൂട്ടി, അതിനുള്ള നല്ല പണി കിട്ടി. പൊതുവേ എല്ലാവർക്കും അങ്ങ് ബീട്രൂട്ടിൻ്റെ ആ ഒരു ചാറും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റും ഇഷ്ടമാവണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇട്ട് വെച്ച വെള്ളത്തിൽ നാരങ്ങ കലക്കുമ്പോൾ ആ ഒരു നാരങ്ങ വെള്ളത്തിന് നല്ല കളറും പിന്നെ ഒരു പ്രത്യേക രുചിയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്വാദായിരിക്കും നല്ലോണം അങ്ങ് പിടിച്ചു. അത്രയും വേണ്ടിയിരുന്നില്ല, കുറച്ച് ഓവറാക്കിയാണ്, അത് ചളമായി. എന്നാലും നല്ലതല്ലേ വിചാരിച്ച് ഞങ്ങളങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. സംഭവം ആ ബീട്രൂട്ട് ഇട്ട വെള്ളത്തിൽ അങ്ങോട്ട് കലക്കിയാതിയായിരുന്നു. ആ ബീട്രൂട്ട് ഇട്ട വെള്ളം കൂടെ അരിച്ചെടുത്തിട്ടേ അതിക്ക് നാരങ്ങയും ഇഞ്ചിയും ഏലക്കയും കൂടെ അടിച്ചിട്ട് അതങ്ങോട്ട് അരിച്ച് പാരുക, പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലതായിരിക്കും കാണാനും കുടിക്കാനും ഒക്കെ. എൻ്റെ കയ്യിൽ കുറച്ച് ചിയാ സീഡും കൂടെ ഇട്ട് കൊടുത്താൽ മതി. വെറുതെ ആലഭാരം കുട്ടി. എപ്പോഴും പറയില്ലേ നമ്മൾ പാകത്തിന് ചെയ്യണമെന്ന്, പാകത്തിന് അപ്പുറമായി കഴിഞ്ഞാൽ നന്നാവില്ല എന്ന്. അതന്നെ അതിൻ്റെ ഇവിടെ സംഭവിച്ചത്. ഏട്ടൻ വല്ല മരുന്ന് കുടിക്കും പോലെയാണ് മുക്കാഭാഗം കുടിച്ച് തീർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വറ്റമീൻ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. തോലൊക്കെ കിഴിച്ച് കാണുമ്പോൾ നല്ല ഇറച്ചിത്തുണ്ടാണ്, നല്ല സ്വാദുണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന മാതിരി മസാലക്കൂട്ടൊക്കെ സെറ്റാക്കി വെച്ചു. ഇത് പിങ്കൂസിനുള്ളതാണ് കേട്ടോ, മഞ്ഞപ്പൊടിയിട്ട് വേറെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മസാലയൊക്കെ ഇട്ട് അത് പെനച്ച് വെക്കുകയാണ്.
ആദ്യം ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരാളുടെ വീട് പൊട്ടിപ്പൊളിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചലഞ്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തലേദിവസം അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം കാണാനും അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ആയിട്ട് കൂട്ടുകാരൻ്റെ കൂടെ പോയാണ്. ഓനുള്ള ജ്യൂസ് കൃത്യമായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് ആരും എടുത്ത് കുടിക്കൂല, കാരണം ആർക്കും അത്ര പിടിച്ചിട്ടില്ലല്ലോ. ഓന് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല, ഓൻ കുടിക്കും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. എൻ്റെ പോലെയാണ്, വലിയ രുചിയൊന്നും ഇല്ലെങ്കിലും ഏറെക്കുറെ എല്ലാം അങ്ങ് കഴിച്ചോളും. അച്ചുവേട്ടനുമാണ് പിടിച്ചിട്ടില്ലെങ്കിൽ ആ പുറത്തേക്ക് തിരിഞ്ഞത് നോക്കാണ്ടിരിക്കുക. അപ്പം ഞാനൊരു ചെമ്പ് ചുക്കുവെള്ളം വെക്കുകയാണേ. എത്ര ചെമ്പ് ചുക്കുവെള്ളം വെച്ചാൽ ആരും കാണാതെ ആയിട്ടുണ്ട്. എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കും. അതാണ് പിന്നെ ആകെ ഒരു ആശ്വാസം ഉള്ളത്. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വെള്ളം കുടിക്കുക എന്നിട്ടാ. അപ്പോൾ നാളെ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് പഴം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ ഇടയിൽ അങ്ങോട്ട് കഴിച്ചാണ്. അപ്പോഴത്തേക്കും ആദ്യം വന്നു എൻ്റെ കൂട്ടുകാരൻ, അങ്ങോട്ട് സ്കൂട്ടിയിൽ കൊണ്ടുപോയി ഇങ്ങോട്ടും കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചസ് അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓ വന്നപ്പോഴത്തേക്കും ഓനുള്ള ജ്യൂസൊക്കെ എടുത്തു കൊടുത്തു. അത് എടുത്ത് കുടിക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ കുട്ടി എക്സ്പ്രഷൻ ഇട്ടു കേട്ടോ. സൂപ്പർ, ഞാൻ പ്രതീക്ഷിച്ച എക്സ്പ്രഷൻ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു നീ കുടിച്ചിട്ട് പറയടാന്ന്. എൻ്റെ കുട്ടി പതിയാക്കാണ്ട് മുഴുക്ക കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിങ്കൂസിനുള്ള മീൻ തലയും ചോറൊക്കെ റെഡിയാക്കി വെച്ചു. ഒന്ന് ആറിയിട്ട് അവൾക്ക് അത് കൊടുത്തു. നമ്മുടെ വറ്റമീൻ വറുത്തപ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്നു. ശരിക്കും കണ്ട ഇറച്ചിയാ തോന്നും കേട്ടോ. നല്ല അങ്ങനെ മുഴുത്ത ഓരോ കഷ്ണങ്ങൾ. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ കാണുന്ന അലക്കിലുള്ള ഒരു സ്വാദും ഉണ്ടാകുന്നില്ല. ഞാൻ തിന്നാം. ഉള്ളിക്ക് വെള്ള കളറാണേ. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കി മസാലയൊക്കെ നല്ല പാട് ഉള്ളിക്ക് പിടിച്ച പോലെയല്ലേ. ഉള്ളിക്ക് പിടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ മസാല തിരുമ്മിയത് കുറേ നേരം വെക്കാത്തതുകൊണ്ടാണോ ഉള്ളിക്ക് മസാല പിടിക്കാഞ്ഞെന്നറിയില്ല. അങ്ങനെയാണ് അടുത്ത തവണ വറക്കുമ്പോൾ നോക്കാം. പകുതി വറക്കാണ്ട് അതങ്ങനെ ഫ്രിഡ്ജിക്ക് കയറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ടൂറ് കൊണ്ടുപോകുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണാൻ പോണത്. ഞങ്ങളെ കൊല്ലത്തിലൊരിക്കൽ നല്ല ടൂറ് പോവുക, ഡെയിലി പോകട്ടോ. ഈ ഏട്ടന് ട്രാവൽ വ്ളോഗുകൾ കാണുന്നത് സ്ഥിരം പണിയാണ്. അത് ഇന്നാളുടെ നല്ല എല്ലാവരുടെയും കാണും. അപ്പോൾ ഞങ്ങളങ്ങനെ ഏകദേശം ഒരുവിധം എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കൊടൈക്കനാലിലേക്കാണ് പോണത്. അല്ലാതെ ഇപ്പം ഇങ്ങനെ എപ്പോഴും പോകാൻ വഴിയില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ ചിലവില്ല. അതെ, കൊടൈക്കനാലെത്തി വേണമെങ്കിൽ വന്നോ. കൊടൈക്കനാലെത്തിനു വേണമെങ്കിൽ വന്നോ. എവിടെ എത്തിയേട്ടാ കൊടൈക്കനാലില്? ഇല്ലേ?